Hallelujah. Praise the Lord. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज के यीशु में समृद्धि के एपिसोड में हम मिलके आपका स्वागत करना चाहते हैं. എൻ്റെ പേര് ഹരീഷ് ഇതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചർച്ചിനും ഞങ്ങളുടെ മിനിസ്ട്രിക്കും ടീമിനും കർത്താവിന്റെ എല്ലാ വർക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ സുവിശേഷം വളരാൻ വേണ്ടി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാം, അത് പ്രാർത്ഥന സഹായമാണോ സാമ്പത്തിക സഹായങ്ങളാണോ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എല്ലാം ചെയ്യണം. കർത്താവിന്റെ സുവിശേഷം, സ്നേഹമുള്ള സുവിശേഷം ഈ നോർത്ത് ഇന്ത്യ അറിയട്ടെ. इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद जो दिल्ली के बहुत ही नजदीक है वहां पे सेवकाई करते हैं. तो आपके और आपके परिवार से जो कुछ फरीदाबाद नॉर्थ इंडिया के लिए सुसमाचार को आगे लेके जाने के लिए जो कुछ आप अपने परिवार के साथ करना चाहते हैं मिलके कीजिएगा. वो चाहे प्रार्थना हो, चाहे फाइनेंसेस के रूप में हो, जो भी आप कर सकते हैं मिलके हम करेंगे और परमेश्वर के राज को आगे बढ़ाएंगे. എല്ലാ ബുധനാഴ്ചയും രാവിലെ 8:30, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:30 ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായിരിക്കും, പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം പഠിക്കാം. ബൈബിൾ എടുത്ത് നോട്ട്ബുക്ക് എടുത്ത് ഒരുമിച്ചിരിക്കുക. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ദൈവവചനത്തിൽ കൂടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനോട് സംസാരിക്കാൻ പോകുന്നു. और हर बुधवार को सुबह 8:30 बजे और हर बृहस्पतिवार को सुबह 7:30 बजे हार्वेस्ट टीवी के माध्यम के द्वारा यीशु में समृद्धि का एपिसोड टेलीकास्ट किया जाता है. तो अपने बाइबल को, अपने नोटबुक को और पेन को साथ में लेके बैठेगा और मिलके हम परमेश्वर के वचन से सीखेंगे. ഇന്ന് നമ്മൾ ഇനി വരുന്ന എനിക്ക് തോന്നുന്നു ഒരു 7-8 ഈ മാസങ്ങളിൽ മുഴുവൻ അറ്റ്ലീസ്റ്റ് ഒരു 8-10 എപ്പിസോഡുകൾ ശാപങ്ങളെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കാൻ പോകുന്നു. അതിൽ കൂടുതൽ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ ശാപങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി വളരെ ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നു, മനസ്സിലാക്കാൻ പോകുന്നു. വളരെ ധ്യാനത്തോടെ, പ്രാർത്ഥനയോടെ, ബുദ്ധിയും നിങ്ങളുടെ മനസ്സും എല്ലാം ഒരു അർപ്പിച്ച് നിങ്ങൾ ഇരിക്കുക. കർത്താവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. और अगले 6-7 एपिसोड में हम आशीषों को और श्रापों के बारे में सीखेंगे. तो हम मिल के सीखेंगे और बहुत सारे बाइबल के वचनों में से हम सीखेंगे. इसलिए आप अपने नोटबुक के साथ, पेन के साथ और बाइबल के साथ बैठिएगा, क्योंकि परमेश्वर के वचन के द्वारा हम सीखेंगे आशीषों के बारे में और श्रापों के बारे में भी. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് പലർക്കും പല പല അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ട്. എന്നോട് കർത്താവ് ഒരു രീതിയിലായിരിക്കും സംസാരിക്കുന്നത്, നിങ്ങളോട് വേറെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ഭയങ്കര അറിവ് കാണുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ എല്ലാം അറിയാവുന്ന ആളായിരിക്കും, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ചിലപ്പം കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ച ആളായിരിക്കും നിങ്ങൾ. എനിക്കറിയത്തില്ല, കാരണം അങ്ങനെയുള്ള പല ആറ്റിറ്റ്യൂഡുകളിരിക്കുന്ന ആളുകളുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന നമ്പറുകളിൽ അതിൽ പ്രാർത്ഥന ആവശ്യമുള്ളവരും കർത്താവിൻ്റെ ഈ വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ളവരും വിളിക്കണം. കാരണം നമ്മൾ ഒത്തിരി പേര് ഫോൺ ചെയ്യാറുണ്ട്. സോ അപ്പോൾ വിലപ്പെട്ട വാല്യുബിൾ ടൈം ക്രിട്ടിസൈസ് ചെയ്യാനോ നമ്മുടെ അതും ഇതും പറയാനോ വിളിച്ച് ചെയ്യരുത്. കർത്താവിൻ്റെ വേല നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളും ചെയ്യാം, അല്ലേ? और जैसे हम लोग सब बुद्धिमान लोग हैं, आप जहाँ कहीं भी रहते हैं, मेरा विश्वास है कि आपको भी परमेश्वर के वचन के बारे में बहुत ही नॉलेज है. और आपको अगर प्रार्थना करवाना है, कोई भी प्रार्थना विषय है, तो उसलिए आप जो प्रेयर लाइन नंबर्स है उस पर कॉल कीजिएगा और मैं आपके लिए प्रार्थना करूँगा. उसके अलावा अगर आपको क्रिटिसाइज़ करने के लिए या और किसी चीज़ के लिए वार्तालाप करने के लिए अगर आप फ़ोन करेंगे तो मेरे पास टाइम नहीं होगा, क्योंकि ये प्रेयर लाइन नंबर है. हम प्रार्थना करते हैं, स्पेसिफिकली लोगों के प्रार्थना विषय के ऊपर हम प्रार्थना करते हैं. तो उसके लिए आप प्रार्थना कीजिएगा. और जहां कहीं भी आप हैं वहां पे सुसमाचार को आगे बढ़ाने के लिए आप जो कर रहे हैं उसको करते रहिएगा. നമുക്ക് ഇന്ന് പഠിക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് യെശയ്യാവിൻ്റെ അധ്യായം, യെശയ്യാ 24:6 ഇന്ന് നമുക്കൊന്ന് പഠിക്കാം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 24:6. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. यशाया 24:6. इस कारण पृथ्वी को श्राप ग्रसेगा और उसमें रहने वाले दोषी ठहरेंगे और इसी कारण पृथ्वी के निवासी भस्म होंगे और थोड़े ही मनुष्य रह जाएंगे. നമ്മൾ ഈ കഴ്സ് അല്ലെങ്കിൽ ശാപങ്ങൾ എന്നുള്ള ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളും ശാപങ്ങളിൽ നിന്ന് വിട്ടുമാറി അനുഗ്രഹത്തിലോട്ട് എൻട്രി ചെയ്യട്ടെ. നിങ്ങൾ
അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ശാപങ്ങളുടെ അടിയിലാണ് നിങ്ങളുടെ കുടുംബം, നിങ്ങൾ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ശാപമാണല്ലോ ഇത്, അതിൽ നിന്ന് എങ്ങനെ പുറത്തോട്ട് പോകാം? നമുക്ക് അറിവുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് എപ്പോഴും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിൽ നമുക്കറിയാം, ഒരു വയറ് അല്ല, ഇപ്പോൾ ഒരു ഫാൻ നടന്നുകൊണ്ടിരിക്കും, ആ ഫാനിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ അറിയത്തില്ല, അവൻ പോയി കൈയിട്ടാൽ അവൻ്റെ കൈയിൽ ചിലപ്പോൾ അത് മുറിയും. പക്ഷേ ബുദ്ധിയുള്ള ഒരാൾ, അത് അറിവുണ്ട്, ഞാൻ പോയി അതിൻ്റെ ഇടയിൽ കൈയിട്ടാൽ എൻ്റെ കൈ മുറിയുമെന്ന്. സോ അതുപോലെ അറിവ് നമ്മളെ എപ്പോഴും കർത്താവിൻ്റെ വചനത്തെ കൂടുതലും മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും അപകടങ്ങളിൽ നിന്ന് ഒഴിവ് ചെയ്യാനും നമ്മളെ എപ്പോഴും അറിവ് സഹായിക്കും. സോ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നല്ല രീതിയിൽ അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച്, ഒരു വിശ്വാസ ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ നല്ല രീതിയിൽ അറിവ് എപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. സോ ഈ വചനം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്ന ദിവസം. और जैसे परमेश्वर के वचन हमने ये पढ़ा, परमेश्वर के वचन से हम सीखते हैं कि वचन में श्रापों के बारे में लिखा गया है, और जब हम श्रापों के बारे में सीखेंगे तो हम ये समझ सकते हैं हमारे जीवन में कौन से श्राप हैं और उन श्रापों में से हम कैसे बाहर निकल सकते हैं. ज्ञान बहुत ही ज़रूरी है. जैसे वचन पढ़ते हैं उसमें से जो ज्ञान मिलता है, ज्ञान मिलने के बाद उसमें से कैसे हम निकल सकते हैं वो भी जानना बहुत ज़रूरी है. जिस प्रकार एक छोटा बच्चा होता है, उसको पता नहीं होता पंखे के बीच में हाथ डाल देगा तो उसका क्या होगा, परंतु अगर एक बड़ा बच्चा होगा उसको पता है कि पंखे के अंदर हाथ डालेगा तो हाथ कट सकता है. उसी प्रकार हम जब जान जाएंगे कि श्राप हमारे जीवन में है, तो मैं वचन के द्वारा आपको सिखाऊंगा कि श्रापों में से आप बाहर कैसे निकलेंगे, वो भी मैं आपको समझाऊंगा. 24:6 പറഞ്ഞിരിക്കുന്ന ഈ ഭൂമി ശാപഗ്രസ്തമായിരിക്കുന്നു, അതിൽ പാർക്കുന്നവരെല്ലാം ശിക്ഷ അനുഭവിക്കുന്നു. ഭൂമി എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും താമസിക്കുന്ന ഈ ഭൂമി ഇപ്പം ശാപത്തിൻ്റെ അടിയിലാണ്, അതിൽ താമസിക്കുന്നവരെല്ലാം ശാപഗ്രസ്തമായിരിക്കും. നിങ്ങൾ ഭൂമിയുടെ പുറത്താണ് താമസിക്കുന്നത്, ശനിയിലോ വേറെ എന്തെങ്കിലും ഗ്രഹങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. ഭൂമിയിലാണോ, ഭൂമി ശാപത്തിൻ്റെ അണ്ടറിലാണ്. സോ അതിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം, അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാം, എങ്ങനെ കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് നമുക്ക് നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. സോ ഭൂമി ശാപഗ്രസ്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഈ വചനത്തിൽ കൂടെ. और जैसे 24:6 हमने जो पढ़ा, इस कारण पृथ्वी को श्राप ग्रसेगा और उसमें रहने वाले दोषी ठहरेंगे. इसका मतलब पृथ्वी पे ऑलरेडी एक श्राप है, और जो कोई पृथ्वी के अंदर रहते हैं, पृथ्वी पे रहते हैं, उनके ऊपर एक श्राप है. अगर आप कहीं और रहते हैं, अगर आप सेटन में रहते हैं, वीनस में रहते हैं, मैं आपसे बात नहीं कर रहा हूं, पर अगर आप पृथ्वी में रहते हैं तो पृथ्वी के सब एक जन वो एक श्राप के नीचे है. परंतु उस श्राप में से हम कैसे निकलेंगे वो भी सीखेंगे. പലരും പറയും ഇത് അന്ധവിശ്വാസമാണ്, ഇത് ഞാനത് വിശ്വസിക്കത്തില്ല, ഞാനൊരു മോഡേൺ ക്രിസ്ത്യനാണ്. ഞാനൊരു മോഡേൺ ക്രിസ്ത്യനാണ്, നമ്മളെല്ലാം മോഡേൺ ക്രിസ്ത്യൻ ആയിരിക്കും ഈ സമയത്ത് താമസിക്കുന്നവരാണെങ്കിലും. ഇത് അന്ധവിശ്വാസമല്ല. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, വചനം പറയുന്ന 24:6 ഭൂമി ശാപഗ്രസ്തമായിരിക്കുന്നു, ഭൂമിയിൽ ശാപം ഓപ്പറേറ്റഡ് ആണ്. നിങ്ങൾ കർത്താവിൻ്റെ വിവരമുള്ള മെച്യൂറായിട്ടുള്ള ദൈവദാസന്മാരുമായിട്ട്, വിശ്വാസികളുമായിട്ട് സംസാരിക്കണം. അവർ പറയും ശാപങ്ങൾ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സബ്ജക്റ്റ്. സോ അന്ധവിശ്വാസമായിട്ട് കാണാതെ, അങ്ങനെയൊന്നും ഇല്ലെന്ന് കാണാതെ, കണ്ണടച്ചിരിക്കാതെ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് കൂടുതൽ അനുഗ്രഹം നിറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. കർത്താവ് അതിനുവേണ്ടി വഴികളെ ഒരുക്കട്ടെ. और आप ये कहते होंगे पासी, आप जो बोल रहे हैं ये तो अंधविश्वास की बात है, ऐसे कैसे हो सकता है? मैं तो एक मॉडर्न मसीह हूँ, एक मॉडर्न मसीह इन सब चीज़ों में विश्वास नहीं करता. परंतु अगर एक आप विश्वासी जो बाइबल की पूरी नॉलेज रखता है उससे बात करेंगे, या अपने पासवान से बात करेंगे जो बहुत ही पढ़ा लिखा है, उनसे अगर आप बात करेंगे तो उनसे आप सीख सकते हैं कि श्राप और आशीष दोनों टॉपिक है जो वचन बाइबल में लिखा है, और उसका ज्ञान लेना बहुत ज़रूरी है. और ज्ञान के साथ हम उसमें से कैसे निकलेंगे वो भी जानना बहुत जरूरी है. तो अंधविश्वास की बात नहीं है, जो बाइबल में लिखा है मैं आपको वही सिखा रहा हूं. നമ്മൾ വിശ്വാസികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ദുഷ്ടശക്തികളെ കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ സാത്താനെ കുറിച്ച്, അന്ധകാര ശക്തികളെ കുറിച്ച്, ഡീമൺസിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഡീമൺസ് എന്ന് പറയുന്നത് ശാപങ്ങൾ, നിങ്ങളുടെ മേളിൽ പറഞ്ഞിരിക്കുന്ന വന്നിരിക്കുന്ന ശാപങ്ങളെ എൻഫോഴ്സ് ചെയ്യുന്ന സ്പിരിറ്റ്സ് ആണ് ദുഷ്ടശക്തികൾ. അവര് ഒരു പോലീസ്, അല്ലെന്നുണ്ടെങ്കിൽ എൻഫോഴ്സിങ്, അതിനെ നടത്തലാക്കുന്ന ആ ശാപത്തെ, ആ നിങ്ങളുടെ മേളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എൻ്റർ ആയിരിക്കുന്ന ശാപത്തെ നടപ്പിലാക്കുന്ന ശക്തികളാണ് പലപ്പോഴും ദുഷ്ടശക്തികൾ. സോ ദുഷ്ടശക്തികളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദുഷ്ടശക്തികൾക്ക് അധികാരം കൊടുത്തിരിക്കുന്ന ശാപത്തിനെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങളും നിങ്ങളുടെ കുടുംബവും അതിൽ നിന്ന് രക്ഷപ്പെട്ട് അനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം നയിക്കണം. അതാണ് എൻ്റെ പർപ്പസ് ഈ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സീരീസിൽ കൂടെ.
और जैसे आपने सुना होगा या आप बोलते होंगे दुष्ट आत्माओं के विषय में, जिस प्रकार दुष्ट आत्माएं होती है, दुष्ट आत्माओं का काम भी है यही है कि जो श्राप आपके ऊपर बोले गए हैं उस श्राप को आपके जीवन में लागू करना। उनका काम ही है कि श्रापों को लागू करना आपके जीवन में, आपके परिवार के जीवन में, और जहां भी आप हैं वहां पे उन श्रापों को लागू करना उनका काम है। तो हम सीखेंगे कि दुष्ट आत्माएं कैसे श्रापों को लागू करते हैं और क्या होता है। ഇപ്പം നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ലൈഫിൽ, ബിസിനസ്സിൽ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യവസായ ജീവിതത്തിൽ, നിങ്ങളുടെ കരിയറിൽ ആ പ്രശ്നങ്ങളുടെ റീസൺ ചിലപ്പോൾ ശാപങ്ങളായിരിക്കാം. ഇപ്പോഴ് ഉണ്ടായതോ അല്ലെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോടോ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിനോട് നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരോട് പറഞ്ഞിരിക്കുന്ന അതിൽ നിന്ന് വന്നിരിക്കുന്ന ശാപങ്ങളുടെ കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻസ്. സോ അതിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ഈ സിറ്റുവേഷൻസ് ഉണ്ടോ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. और आप जिस परिस्थिति से अभी जा रहे होगे, हो सकता है आपके परिवार में कोई समस्या चल रहा है, आपके पति पत्नी के बीच में समस्या, आपके करियर जो आप चाहते हैं वैसे उठ नहीं रहा है, आपके जीवन में जैसा आप चाहते हैं वैसे हो नहीं रहा, वो सब के पीछे एक कारण हो सकता है जो श्राप आपके परिवार के ऊपर है। आपके पूर्वजों के ऊपर जो श्राप था जो आपके ऊपर ट्रांसफर हुआ, उन श्रापों के वजह से आपका करियर उठ नहीं रहा, आपका परिवार उठ नहीं रहा, आपका जॉब, आपका व्यवसाय उठ नहीं रहा, उसी कारण हो सकता है। तो कैसे श्राप एक्टिवेट होता है, लागू होता है, उसमें से कैसे निकलेंगे वो मैं आपको सिखाऊंगा। നിങ്ങൾ പറയും ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കേണ്ട. നമ്മൾ ആരും വായുവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വായു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ ആരെങ്കിലും വായു കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വായു ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഒരു മിനിറ്റ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ അതുപോലെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെന്നുണ്ടെങ്കിലും ശാപങ്ങൾ പഠിക്കുന്ന കൂടുതൽ അറിവ് നേടുന്ന ഒരാൾക്ക് മനസ്സിലാവും ഈ സബ്ജക്റ്റ് വളരെ ഡീപ്ലി മനസ്സിലാക്കണ്ട. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട്സിൽ ഒന്നാണ് സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധം, അതുപോലെ അനുഗ്രഹങ്ങൾ, ശാപങ്ങൾ, കുടുംബത്തിൻ്റെ മേലുള്ള ശാപങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നല്ല രീതിയിൽ ഒത്തിരി ബുക്കുകൾ വായിച്ചു, പഠിച്ചു, സ്വന്തം ജീവിതത്തിൽ കൂടെ നോക്കി, മറ്റുള്ളവരുടെ ലൈഫുകൾ ഒബ്സർവ് ചെയ്തു, വിശ്വാസികളുടെ ലൈഫുകൾ ഒബ്സർവ് ചെയ്തു. എനിക്ക് മനസ്സിലായി ഇത് റിയൽ ആണ്. ഞാനും നിങ്ങളും എത്ര റിയൽ ആണ് അതുപോലെ തന്നെ ഫിസിക്കലി എത്ര റിയൽ ആണ് നമ്മൾ, അതുപോലെ ഒരു സ്പിരിച്വൽ റിയാലിറ്റിയാണ് ശാപങ്ങളും അനുഗ്രഹങ്ങളും. और आप कहते होंगे पास जी मैं इस पे विश्वास नहीं करता हूँ कि श्राप होता है। जिस प्रकार मैं आपको उदाहरण देना चाहता हूँ, वायु हम देख नहीं सकते परंतु हम जानते हैं कि वायु है, हमारे इर्द गिर्द चारों ओर वायु है, परंतु हम उनको अपने आंखों से देख नहीं सकते। आप देख नहीं सकते इसका मतलब ये नहीं कि वायु नहीं है, वायु है। उसी प्रकार जो श्राप है वो भी है, हम देख नहीं सकते परंतु श्राप रियल है। और अगर आप एक ज्ञानी व्यक्ति से बात करेंगे जिसको बाइबल का बहुत अच्छा नॉलेज है, वो भी आपको बताएगा आशीष और श्राप सच में रियल है। मैंने भी अपने पास जी कहते हैं कि मेरे भी जो स्पेशल जो फेवरेट टॉपिक है वो यही है, एक तो आत्मिक युद्ध और एक आशीष और श्राप। और मैंने इन दोनों विषयों के ऊपर बहुत सारी पढ़ाई की है, बहुत सारे किताबें मैंने पढ़े हैं। अपने जीवन में मैंने देखा कि कैसे ये श्राप मेरे जीवन में थे और मैं कैसे उसमें से निकला। मैंने अपने विश्वासियों के जीवन में देखा कि कैसे वो एक श्राप में थे, कैसे निकले, और कुछ लोग अभी भी श्राप में हैं। तो मैं आपको इसीलिए सिखा रहा हूं कि श्राप होता है और उसमें से कैसे हम बाहर निकल सकते हैं वो मैं आपको समझाऊंगा। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് കിച്ചന്റെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ജീസസ് കിച്ചന്റെ ആദ്യത്തെ യൂണിറ്റ് NITയിൽ നടക്കുന്നു. ജീസസ് കിച്ചന്റെ രണ്ടാമത്തെ യൂണിറ്റ് ഞങ്ങളുടെ ചർച്ചിനോട് ചേർന്ന് തന്നെ സെക്ടർ 77 ഫരീദാബാദിൽ ഈ വില്ലേജിൽ നടക്കുന്നു. ഇവിടുന്നും ഇപ്പം ഒരു സ്ലമ്മിലേക്ക്, ഒരു കോളനിയിലേക്ക് ആഹാരം എല്ലാ ദിവസവും ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതുവരെ ജീസസ് കിച്ചന് തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ടിന്യൂസ് സപ്പോർട്ട്. നിങ്ങളിൽ പലരും ഞാൻ പറയാതെ ജസ്റ്റ് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഫൈനാൻഷ്യലി പ്രാർത്ഥനയോടുകൂടെ സാമ്പത്തിക സഹായങ്ങളോട് നിൽക്കുന്നതിന് വേണ്ടി കർത്താവ് നിങ്ങളെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പലരും ഇറഗുലർ ഗിവേഴ്സാണ്. ചിലപ്പോൾ തരും, ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല, ചിലപ്പോൾ മൂടുണ്ടേ ചെയ്യും, അങ്ങനെയല്ല. കർത്താവിൻ്റെ നിങ്ങളിൽ പലരും കർത്താവിൻ്റെ ദൈവ വർക്കിന് വേണ്ടിയിട്ട്, ജീസസ് കിച്ചന് വേണ്ടിയിട്ട്, ഈ ഗോസ്പൽ വർക്കിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റായി തരുന്നു. ഒരു ബൈബിൾ വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ താല്പര്യപ്പെടുന്നു, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ജീസസ് കിച്ചൻ്റെ പ്രോമിസ് വേർഡ്സ് ബുക്ക് ഓഫ് ലൂക്കിൽ നിന്ന് അധ്യായം 14 അധ്യായം. പാസ്റ്റർ दी ഒന്ന് ഹിന്ദിയിൽ പഠിക്കും. लूका 14:12। तब उसने अपने नेवता देने वाले से भी कहा, जब तू दिन का या रात का भोज करे तो अपने मित्रों या भाइयों या कुटुंबियों या धनवान पड़ोसी को न बुला, कहीं ऐसा ना हो कि वे भी तुझे नेवता दें और तेरा बदला हो जाए। परंतु जब तू भोज करे तो कंगालों, टुंडों, लंगड़ों और अंधों को बुला,
तब तू धन्य होगा, क्योंकि उनके पास तुझे बदला देने को कुछ नहीं, परंतु तुझे धर्मियों के जी उठने पर इसका प्रतिफल मिलेगा. 2020 കൊറോണ തുടങ്ങിയ സമയത്ത് മാർച്ച് ഏപ്രിലാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് ഈ പ്രൊജക്റ്റ് തുടങ്ങ്. ഞങ്ങൾ അന്ന് മുതൽ ആഹാരം കൊടുത്തു. അന്ന് ആ സമയങ്ങളിൽ 500 പേർക്ക് 700 പേർക്ക് വരെ ആഹാരം കൊടുക്കുന്നു. ഇപ്പോൾ 200 250 പേർക്ക് രണ്ടാമത്തെ യൂണിറ്റോടെ കൂടി 250 300 പേർക്ക് അടുത്ത ആഹാരം പോകുന്നുണ്ട്. ഈ വർക്കുകൾ തുടങ്ങിയ സമയത്ത് കർത്താവ് എനിക്ക് തന്ന പ്രോമിസ് വേഴ്സാണ്, നിങ്ങളെ അറിയാത്തവരെ, നിങ്ങൾക്ക് ഒരിക്കലും താങ്ക് യു പറയാത്ത അങ്ങനെയുള്ളവർക്ക് പോയി കൊടുക്കണം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ജീസസ് കിച്ചന് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് തുടങ്ങിയതിന് ശേഷം ഈ ചർച്ചിൽ ഞാൻ ഒത്തിരി അനുഗ്രഹങ്ങൾ കണ്ടു. സാമ്പത്തിക അനുഗ്രഹങ്ങൾ കണ്ടു, ഫൈനാൻഷ്യൽ അനുഗ്രഹങ്ങൾ കണ്ടു, ഒത്തിരി എക്യുപ്മെൻറ്റ്സ് വന്നു. കർത്താവ് പല രീതിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങി. ഞങ്ങളുടെ പല പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതുപോലെ ജീസസ് കിച്ചനിൽ സപ്പോർട്ട് ചെയ്യുന്ന പലരും എനിക്ക് കേരളത്തിൽ നിന്ന് ഫോൺ ചെയ്ത്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള മലയാളികളെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ജീസസ് കിച്ചനിലേക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞതിന് ശേഷം, തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കണ്ടത്. ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, ഞങ്ങളുടെ ഫാമിലിയുടെ എക്സ്പീരിയൻസ് ആണ്, പലരുടെയും ആയിരക്കണക്കിന് ആളുകളുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രണ്ടാമത്തെ യൂണിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ്, ഇപ്പം ഞങ്ങൾ ഈ ചർച്ച് നിൽക്കുന്ന സ്ഥലവും വാടക സ്ഥലത്താണ് ഞങ്ങൾ പല കാര്യങ്ങളും ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കർത്താവ് ഞങ്ങൾക്കല്ല, കർത്താവ് അദ്ദേഹത്തിൻ്റെ ചർച്ച് ഈ ഞങ്ങളിൽ കൂടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊക്കെ കൂടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഏക്കറുകളിൽ ചർച്ച് നിൽക്കുന്ന സമയത്ത് വലിയൊരു കിച്ചൺ ഉണ്ടാക്കി 5000 പേർക്ക് വേണ്ടി ഒരു ദിവസം ആഹാരം കൊടുക്കണമെന്നാണ് ജീസസ് കിച്ചൻ്റെ വിഷന്. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ നമ്മുടെ കർത്താവ് അതിനുവേണ്ടി നമ്മളെല്ലാം ഇനേബിൾ ചെയ്യും. കർത്താവിൻ്റെ സ്നേഹം അറിയട്ടെ. അതുപോലെ ജീസസ് കിച്ചണിൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സമയത്ത് അതിൽ കൂടെ ട്രാക്സും ഇതിൻ്റെ കൂടെ ഗോസ്പൽ ട്രാക്സ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞു, അദ്ദേഹം ബാപ്റ്റിസം എടുത്ത് സ്നാനപ്പെട്ട് കർത്താവിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്നു. സോ കർത്താവ് പല രീതികളിൽ കൂടെ കർത്താവിൻ്റെ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് കൈവച്ചില്ല, ഇന്ന് ഈ സമയത്ത് ഈ പറഞ്ഞ നമ്പറിൽ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഫോൺ ചെയ്യുക. ഗൂഗിൾ പേ പല മാർഗങ്ങളിൽ കൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഇത് മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. കർത്താവ് കൂടെയുണ്ട്. നമ്മളും എല്ലാം ഒരുമിച്ച് നിന്ന് ഈ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാം. നോർത്ത് ഇന്ത്യ യേശുവിൻ്റെ സുവിശേഷം അറിയട്ടെ. താങ്ക് യു ഇതുവരെ നിന്നതിന് വേണ്ടി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബുക്ക് ഓഫ് മലാക്കി അധ്യായം 3:9. നമ്മളത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് 1-2, കാരണം ഇന്ന് ആദ്യത്തെ ഈ എപ്പിസോഡ്, ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള എപ്പിസോഡ്, നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻസ് എന്ന് വെച്ചാൽ ഒരു വീട് പണി തുടങ്ങുന്ന സമയത്ത് ഒരു ഫൗണ്ടേഷൻ ഇടുന്ന പോലെ, നമ്മളൊരു പണി ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്ന പോലെ, അതിലോട്ട് ഡീപ്ലി പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. സോ കുറച്ച് കാര്യങ്ങളൊന്ന് ടച്ച് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. और आज का जो एपिसोड होगा ये आशीष और इशरापो के ऊपर सिर्फ एक इंट्रोडक्शन होगा. जैसे हम जब घर बनाते हैं तो पहले नींव डालते हैं, तो आज इस टॉपिक के ऊपर हम सिर्फ नींव डालेंगे और थोड़ा करके हम उसको बिल्डअप करेंगे. आमीन. मलाकी अध्याയം 3:9. ബുക്ക് ഓഫ് മലാക്കി ചാപ്റ്റർ 3 വേഴ്സ് 9. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്, നമുക്കെല്ലാം അറിയാം, നിങ്ങളൊരു സീസൺഡ് ബിലീവർ ആണെന്നുണ്ടെങ്കിൽ മലാക്കി 3:9-10 പറയുന്നത്, കർത്താവിൻ്റെ ദശാംശം കൊടുക്കാത്തവരെല്ലാം ശാപഗ്രസ്തരാകുന്നു. നിങ്ങൾ ദശാംശം കൊടുക്കാത്ത വ്യക്തിയാണോ? ഞാനല്ല പറയുന്നത്, കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങൾ ശാപത്തിൻ്റെ അടിയിലാണ്. और मलाकी का 3:9 में ऐसे लिखा है, तुम पर भारी श्राप पड़ा है, क्योंकि तुम मुझे लूटते हो, वरन सारी जाति ऐसा करती है. सारे दशांश भंडार में ले आओ कि मेरे भवन में भोजन वस्तु रहे. जैसे अगर आप एक विश्वासी होंगे तो ये वचन आपको पता होगा, जिस वचन में ये कहता है कि आपके ऊपर श्राप इसीलिए है क्योंकि आप परमेश्वर के भवन में आप दशांश को नहीं देते. आपके कमाई का 10वां हिस्सा आप परमेश्वर के भवन में नहीं लेके आते. अगर आप दशांश नहीं देते तो वचन के अनुसार आप ऑलरेडी श्राप के नीचे हैं. ദാവൂദിന് ഇത് അറിയാമായിരുന്നു, നെഹമായിക്ക് ഇത് അറിയാമായിരുന്നു. കർത്താവിൻ്റെ ബൈബിളിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി ഉപയോഗപ്പെട്ടവർ, എബ്രഹാമിന് ഇത് അറിയാമായിരുന്നു, ഇസഹാക്കിന്, യാക്കൂബിന്, ഇവർക്കെല്ലാം ഇത് അറിയാമായിരുന്നു. നമ്മൾ കർത്താവിൻ്റെ ഭവനത്തിലേക്ക്, കർത്താവിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ, ദശാംശം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശാപത്തിൻ്റെ അടിയിലാകുമെന്ന്. ദശാംശം എന്ത് എന്നുള്ള ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.
और दाऊद को पता था, नहम्याह को पता था, अब्राहम, इसहाक, याकूब को पता था कि उन्हें दशांश देना है, इसीलिए वो प्रॉस्पर हुए। अगर आप दशांश नहीं देते तो आप श्राप में हैं, और वचन के द्वारा कुछ और सीखेंगे और हम आगे जाएंगे। നിങ്ങളുടെ ചിലപ്പോൾ പെൻഷൻ 60,000 രൂപയായിരിക്കും, സാലറി ചിലപ്പോൾ 60,000 രൂപയ്ക്ക്, അതിൽ നിന്ന് 6,000 രൂപയാണ് നിങ്ങളുടെ ചർച്ചിലോട്ടുള്ള ദശാംശം കൊടുക്കണം. നിങ്ങൾ ചിലപ്പോൾ 3,000 രൂപ എടുത്ത് കൊടുക്കുമായിരിക്കും. 3,000 രൂപ നിങ്ങൾ ചിലപ്പം എടുത്ത് വല്ലവരുടെയും കല്യാണത്തിന് കൊടുക്കുമായിരിക്കും, വല്ലവരെ ഹെൽപ്പ് ചെയ്യാൻ കൊടുക്കുമായിരിക്കും. അതല്ല, നിങ്ങളുടെ ദശാംശം കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വേണ്ടിയിട്ട് ചെലവ് ചെയ്യണം, കർത്താവിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്യണം. ചാരിറ്റി വർക്ക് ദശാംശമല്ല. നിങ്ങൾ പോകുന്ന ചർച്ചിൽ, നിങ്ങൾ നിൽക്കുന്ന മിനിസ്ട്രിയിൽ, നിങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നിടത്ത് 6,000 രൂപ എടുത്ത് കൊടുക്കണം. അതിനെയാണ് ദശാംശം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് പ്രോസ്പർ ചെയ്യാത്ത ഇതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അസുഖങ്ങൾ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശാപഗ്രസ്തരാണ്. ഇപ്പോൾ ശാപം പല രീതിയിൽ കൊണ്ടുവന്നിരിക്കാം. ബിസിനസ്സിലെ, കുടുംബത്തിലെ, റിലേഷൻഷിപ്പിലെ എല്ലായിടവും ശാപം കർത്താവ് കൊണ്ടുവന്നിരിക്കും. अगर आपका जो सैलरी है वो 60,000 है तो 6,000 रुपए आपका दशांश है, क्योंकि जो 60,000 का 10वां हिस्सा हमें परमेश्वर के भवन में लेके जाना है। जिस भी कलीसिया के आप भागी हो, जिस भी आत्मिक कलीसिया के आप भागी हो, जो कलीसिया आप अटेंड करते हो, वहां पे आपको दशांश देना है 6,000 रुपए। परंतु अगर आप कहते हैं मैं 3,000 रुपए अपने कलीसिया में डालूंगा और 3,000 रुपए मैं चैरिटी में लोगों को खाना खिलाऊंगा या विधवाओं को दूंगा, तो वो गलत है, क्योंकि परमेश्वर का वचन कहता है कि सारे दशांश को परमेश्वर के भवन में लेके आना है। अगर आप सारे दशांश जो 6,000 रुपए आप परमेश्वर के भवन में नहीं लेके जा रहे, तो ऑटोमेटिकली आप श्राप के नीचे हो। इसी वजह से हो सकता है आपका व्यवसाय प्रॉस्पर नहीं कर रहा, आपके परिवार में आप हमेशा बीमार रहते हैं, क्योंकि आप एक श्राप के नीचे हैं, आप दशांश कलीसिया में नहीं लेके जाते। നിങ്ങൾക്ക് ചിലപ്പം ദശാംശത്തിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ സത്യം പറയുമ്പോൾ ചിലപ്പം നമുക്ക് ദേഷ്യം വരും അല്ലേ. ഞാൻ ഒരു വചനം പഠിക്കാം. ബുക്ക് ഓഫ് ഗലേഷ്യൻസ്, ഗലാത്യരുടെ 4:16. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 4:16. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുന്നത്, അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? ഒന്ന് പഠിച്ചേ. हो सकता है आपको ये वचन सुनने के बाद गुस्सा आ रहा होगा मेरे ऊपर कि आप क्यों ऐसे बोल रहे हैं। मैं एक वचन आपके लिए पढ़ूंगा, उसके बाद हम समझेंगे। गलातियों 4:16, तो क्या तुमसे सच बोलने के कारण मैं तुम्हारा बैरी बन गया? सच बोलने के कारण पौलुस कहता है कि मैंने सच बोल दिया, इस कारण मैं तुम्हारा बैरी हो गया क्या? നിങ്ങൾ ലൈഫിൽ സത്യം പറഞ്ഞത് കാരണം ചിലപ്പം ആളുകൾ നിങ്ങളോട് ശത്രുവായി കാണുമായിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ചർച്ചിൽ അഡൾട്ടറി അല്ലെങ്കിൽ വ്യഭിചാരത്തിന് എഗെയിൻസ്റ്റ് പ്രീച്ച് ചെയ്യാൻ തുടങ്ങി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പ്രീച്ചിങ് തുടങ്ങി. ചില കണ്ടിന്യൂസ് വ്യഭിചാരം ചെയ്യുന്ന ആളുകൾ എൻ്റെ ശത്രുവായി. आपको लग रहा होगा कि मैं भी इस टाइम आपका बैरी हो गया हूं। जब मैंने अपने कलीसिया में व्यभिचार के ऊपर सिखाना शुरू किया, तो बहुत सारे लोग जो व्यभिचार में थे वो मेरे से गुस्सा होने लगे और वो मेरे से दूर दूर रहने लगे और गुस्सा करने लगे। सच बोलने में लोग आपके शत्रु बन जाते हैं। എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചർച്ചിൽ എന്നോട് കൂടെ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന പലരും വ്യഭിചാരത്തിലായിരുന്നു. അപ്പം അവർ പുറത്തുപോയി, ചർച്ചിൽ നിന്ന് പുറത്തുപോയി, എന്നിട്ട് പറയാൻ തുടങ്ങി, നിന്റെ പാസ്റ്റർ എപ്പോഴാണേലും ഇങ്ങനെ വ്യഭിചാരത്തിനെതിരെ മാത്രമേ സംസാരിക്കത്തുള്ളൂ, എന്തോ വലിയ പാവമാണോ ഇത്, അവർ ചെയ്തു, ഇവർ ചെയ്യുന്നു, അവരെക്കുറിച്ച് ചെയ്യുന്നു. ബൈബിളിനകത്തിൽ ഒരു പ്രോഫിറ്റ് തന്നെ വ്യഭിചാരിയോട് പോയി കല്യാണം കഴിക്കാൻ കർത്താവ് പറഞ്ഞിരുന്നു. അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ സത്യം പ്രീച്ച് ചെയ്യുന്ന സമയത്ത്, സത്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ നമുക്കെതിരാകാൻ ചാൻസ് ഉണ്ട്. और मेरा एक बहुत अच्छा मित्र था जो एक व्यभिचारी था। जब मैंने कलीसिया में व्यभिचार के बारे में पढ़ाना शुरू किया तो वो मेरे से बहुत ही क्रोध करने लगा, मेरे से बैर करने लगा, कलीसिया छोड़ दिया। उसके बाद बाहर जाके दूसरे लोगों को बोलने लगा, अरे तुम्हारा पादरी तो हमेशा व्यभिचार के ऊपर ही सिखाता है, तो क्या हो गया, व्यभिचार कर लिया? व्यभिचार करना गलत तो नहीं है? बाइबल में भी ऐसे एक भविष्यवक्ता था जिसने एक व्यभिचारनी से जाके शादी किया, तो इसमें क्या गलत है? हम कर सकते हैं। वो मेरा बैरी बन गया। सच बोलने के कारण बहुत से लोग आपके बैरी बन सकते हैं। ഞാൻ ജനറേഷണൽ കഴ്സിനെ കുറിച്ച് പഠിപ്പിച്ചു. ആൽക്കഹോളിസത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് പലരും കള്ളുകുടിയന്മാർ എൻ്റെ ശത്രുക്കളാകുന്നുണ്ട്. ചിലരുടെ ഹസ്ബൻഡ് കള്ളുകുടിയാണെന്നുണ്ടെങ്കിൽ പറയാം, എൻ്റെ ഹസ്ബൻഡിനെ വെച്ചാണോ പറയുന്നത്? ഞാൻ ആരെക്കുറിച്ചുമല്ല, ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സത്യം വിളിച്ചു പറയുന്നു. സോ സത്യം വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ ആളുകൾ ശത്രുവായിട്ട് കണക്ക് കൂട്ടാം. और मैंने कलीसिया में पीढ़ी के श्रापों के बारे में सिखाया, शराब नहीं पीना उसके बारे में सिखाया, तो बहुत सारे लोग मेरे से गुस्सा करने लग गए। परंतु मेरा काम ये है वचन से उठाकर आपको सिखाना। जो वचन हमें सिखाता है, वचन के आधार पे मुझे आपको सिखाना है, वही मेरा काम है। सो ശാപങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് സത്യം
നമ്മൾ സത്യത്തിനെ അക്സെപ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ജോൺ 8:32 പറയുന്നത് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സോ ആ സത്യം മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ ശാപമുണ്ട് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ കല്യാണത്തിൽ, അല്ല എൻ്റെ മിനിസ്ട്രിയിൽ, എൻ്റെ ജീവിതം തന്നെ ശാപമയമാണല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസമാണ് നിങ്ങൾ സത്യമായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് നിങ്ങൾ സത്യം അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും. और जिस दिन आप बोलेंगे हाँ सच में मेरे जीवन में भी ये श्राप है जिसके अधीनता में मैं हूं, जब आप उसको, उस सच्चाई को अपने जीवन में अंगीकार करेंगे, फिर आप उसमें से निकल सकते हैं. आपको अंगीकार करना पड़ेगा कि आपके जीवन में भी कोई श्राप है, उसमें से कैसे हम निकले, फिर ही कर सकते हैं. आपके परिवार में श्राप हो सकता है, आपके जीवन में श्राप हो सकता है, आप बीमारियों में जा रहे होंगे, एक श्राप के कारण हो रहा होगा, आपका व्यवसाय प्रॉस्पर नहीं हो रहा होगा, आपके बच्चे फलवद नहीं हो रहे होंगे, एक श्राप है उसके पीछे. परंतु अगर आप सच को ग्रहण कर लोगे, जैसे वचन कहता है कि सच जो है वो हमें आजाद करता है. अगर हम सच्चाई को ग्रहण कर लेंगे, अगर हम ये मान लेंगे कि श्राप है और कैसे हमें निकलना है, तो आप आजाद हो सकते हैं. ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ എല്ലാ ശാപങ്ങളും നിങ്ങളുടെ മേളിൽ ആക്ടിവേറ്റ് ആയിരിക്കുന്ന ശാപങ്ങൾ ന്യൂട്രലൈസ് ചെയ്യാം, ശാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് വരാം. അതിന് എല്ലാത്തിനും ഒരു മറുമരുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ ഗുഡ് ന്യൂസ് ആണ് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ ഐഡന്റിഫൈ ഇത് ചെയ്താൽ ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ പഠിച്ച് ഇതിൽ നിന്ന് പുറത്തോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. और मैं एक खुशखबरी भी आपको देना चाहता हूं. अगर आप आइडेंटिफाई कर लेंगे आपके जीवन में क्या श्राप है, उसमें से आप बाहर भी निकल सकते हैं. परंतु आगे आने वाले एपिसोड्स में हम श्रापों के बारे में सीखेंगे, और जब आप पहचान लेंगे कि ये श्राप मेरे जीवन में है, तो आप भी उसमें से बाहर निकल आ सकते हैं. നിങ്ങൾ ചോദിക്കും എന്താണ് ശാപം? ശാപം എന്താണ്? നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ഫ്രസ്ട്രേഷൻ ഉണ്ട്, സന്തോഷമില്ലായ്മ, ബാഡ് ലക്ക്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾക്ക് ബാഡ് ലക്ക് നിങ്ങളെ ഫോളോ ചെയ്യുന്നു. പ്രിമച്യൂർ ഡെത്ത്, സമയത്തിന് മുമ്പേ മരിക്കുന്നു, മരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നു. എംപ്റ്റിനെസ് എന്ന് വെച്ചാൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഇല്ല, കരിയറിലില്ല, എല്ലാത്തിടത്തും ഒരു അനുഗ്രഹങ്ങളില്ലാത്ത ഇരിക്കുന്ന ഒരു സിസ്റ്റം, എപ്പോഴും കൺഫ്യൂഷൻ ലൈഫ്, എപ്പോഴും വഴക്കുകൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണോ? എപ്പോഴും എന്താ പറയുന്ന ഒരു പോവർട്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു ബ്ലെസ്സിങ് ഇല്ലാത്ത ഒരു അവസ്ഥ ഒബ്സർവ് ചെയ്യണം. കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, പല ബിസിനസ്സുകൾ തുടങ്ങി ഒന്നിലും ഫലങ്ങൾ കൊണ്ടുവരുന്നില്ല, പല ജോലിയും ഒരിടത്ത് ഇവിടുന്ന് 2 വർഷം ഇവിടെ, 2 വർഷം അവിടെ, 2 വർഷം ഇവിടെ, ഒന്നും അങ്ങോട്ട് ഫലങ്ങൾ കൊണ്ടുവരുന്നില്ല. ഒബ്സർവ് ചെയ്യണം, എന്ത് പറ്റി, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, ഇതിൽ നിന്നുള്ള ഒരു മോചനം എങ്ങനെ എനിക്ക് കിട്ടും? അപ്പം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, പഠിക്കുക. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. और श्राप क्या होता है? बहुत टाइम से अगर आप एक ही परिस्थिति में हैं, आप उस परिस्थिति से बाहर नहीं निकल पा रहे, आप फलवंत नहीं हो पा रहे, आप कंफ्यूजन में हैं, आप फ्रस्ट्रेशन में हैं, अकेलेपन में है, गुस्से में है, बीमारी में है, और या बांझ है, या आपका परिवार जो है उसमें हमेशा अशांति है, आप कोई भी व्यवसाय करते हैं वो फलवंत नहीं हो रहा, कभी 2 महीने कुछ काम, कभी 2 महीने कुछ काम, आपने हर एक चीज ट्राई करके देख लिया, परंतु आप किसी भी चीज में फलवंत नहीं हो रहे, आपके बच्चे कहीं सेटल नहीं हो रहे. तो ये सब चीजें, परिस्थितियां जब हम देखते हैं तो हम समझ सकते हैं कोई ना कोई श्राप इसके पीछे है, इसी कारण आप फलवंत नहीं हो पा रहे. आगे आने वाले एपिसोड में हम सीखेंगे श्रापों के बारे में, और कैसे हम निकलेंगे वो भी सीखेंगे. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഈ ആദ്യത്തെ എപ്പിസോഡിൽ ഒന്ന് ഫൗണ്ടേഷൻ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സെറ്റ് ചെയ്തു. നമുക്ക് ഇനി ഡീപ്പായിട്ട് മുന്നോട്ട് പോകാം. കാരണം ഞാൻ ഒരു വിഷയത്തിനെ കുറിച്ച് പ്രീച്ച് ചെയ്യുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ ഐഡന്റിഫൈ ചെയ്ത കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കും. സോ അടുത്ത വരുന്ന എപ്പിസോഡുകൾ ബുധനാഴ്ച രാവിലെ 8:30 ഹാർവെസ്റ്റിൽ, വ്യാഴാഴ്ച രാവിലെ 7:30 ഹാർവെസ്റ്റ് ടിവിയിൽ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഇതൊരു അനുഗ്രഹം നിറഞ്ഞ സമയമായിരിക്കും. और आगे आने वाले एपिसोड में बुधवार को जो 8:30 बजे और बृहस्पतिवार को जो 7:30 बजे आता है, उसमें हम श्रापों के बारे में सीखेंगे. मैं अपने जीवन से भी बताऊंगा कि मैं भी कैसे श्रापों में था और कैसे निकल के आया. उसमें से वचन में से हम सीखेंगे कैसे हम श्रापों में से निकल सकते हैं, क्या श्राप क्या होता है. आज मैंने सिर्फ श्रापों के बारे में एक नींव डाला, और उसके बारे में आगे आने वाले दिनों में हम सीखेंगे. बाय बाय. प्रेज द लॉर्ड. प्रेज द लॉर्ड.